ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തഴുതാമ പറിക്കാൻ പോവാം. ഇതാണ് തഴുതാമ. ഇത് കൊളസ്ട്രോളിന് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്, ബ്ലഡ് ശുദ്ധീകരണത്തിന് നല്ലതാണ്, പിന്നെ എല്ലാ അസുഖത്തിനും നല്ലതാണ്. ഇത് ക്യാൻസറിനെ തടയും. എല്ലാ അസുഖത്തിനും നല്ല ഒരു സാധനമാണ് ഈ തഴുതാമ എന്ന് പറയുന്നത്. ഇതാ കണ്ട, അതിന് ഒരു നീല പൂവുണ്ട്. ഇതാ നേരെ കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, ഇത് കാടുകളിലൊക്കെ കിടക്കും. ഇത് നല്ല സാധനമാണ്. ഇത് എവിടെ കിട്ടിയാലും കളയരുത്, ഇത് വെക്കണം. അപ്പം ഇത് നമുക്ക് പിച്ചെടുക്കാം. ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിവിടെ കാടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇവിടെ നല്ല ഉണക്ക്, ഇത് വെള്ളത്തിൻ്റെ നനവുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. ഞാനിത് കൂടെ വയ്ക്കാറുണ്ട്. ഇതിനും കോവലിൻ്റെ ഇലയും കൂടെ ഇടണം. കാടായതുകൊണ്ടേ താണ്ട ഞാനിത് കൂടെ തോരൻ വയ്ക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇച്ചിരി എരിക്ക് മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വയ്ക്കും. ഇത്തിരി നേരം നിന്ന് പിച്ചെടുക്കണം കേട്ടോ, എനിക്ക് മാത്രമേ ഇത് വയ്ക്കാൻ കിട്ടുള്ളൂ. കണ്ട, ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് പെട്ടെന്ന് അങ്ങനെ കാട്ടിൻ്റെ ഇടയിലായതുകൊണ്ട് പാട്. ഇതാ കണ്ട, ഇതിൽ ഒരു നീല പൂവുണ്ട്, തണിയല. ഇത് എവിടെ കണ്ടാലും എനിക്ക് ഇവിടെ നിന്ന് ഒരുപാട് പേര് കൊണ്ടുപോയി നട്ടായിരുന്നേ. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത് എവിടെ കണ്ടാലും വിട്ട് കളയരുത്. അപ്പം നമുക്കിത് പിച്ചെടുക്കാം. ഇതൊന്നുമില്ല, സാധാ തോരൻ വയ്ക്കും കണക്ക് തന്നെ. അങ്ങോട്ട് എങ്ങനെ വെച്ച് വിഴുക്ക് വരട്ടി വാരി കഴിച്ചാലും നല്ല ഗുണമാണ്. ഇതെവിടെ കണ്ടാലും കൊണ്ടുവന്ന് നടണം. ഇവിടെ നിന്ന് ഒരുപാട് പേര് കൊണ്ടുപോയി നട്ടായിരുന്നു. ഇത് കാട്ടിലൊക്കെ കിടക്കണതാണ്. നമുക്കിത് പിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ കോവലിൻ്റെ ഇലയും കൂടെ ഉണ്ട്. കോവലിൻ്റെ ഇലയും കൂടെ ഇടണം. ഇവിടെ ഫുള്ളും കാടാണ് ഗൈസ്, ഇവിടെ ഫുള്ളും കാടാണ്. കണ്ട, ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ അത്ര ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഇത് ഓണർ കാട് എടുക്കാമെന്ന് പറയണതല്ലാതെ നമുക്കുള്ളതാണെങ്കിൽ നമ്മൾ വാടകയും കൊടുക്കണം, കാടും എടുക്കൂല. അങ്ങനെ കിടക്കുകയാണ്. പിന്നെ മുറ്റത്തൊക്കെ കുറച്ചൊക്കെ ഞാൻ നടക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കാടെടുത്തായിരുന്നു. അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടംപോലെ കിട്ടിയെന്നായിരുന്നു. ഉണ്ടോ, ഇതാണ് സാധനം. ഇതാണ് തഴുതാമ. നല്ല പച്ചപ്പ് കാട്. ഈ വെള്ളം നനഞ്ഞ് കിടക്കണോണ്ടാണ്, കിണറ്റിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് കയറണ. റബ്ബേ, ഇഷ്ടം പോലെ കിടക്കുകയാണ് കേട്ടോ അവിടെ. ഞാൻ കണ്ടുപിടിക്കണം. പക്ഷെ ഇത് വെച്ചാണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതിൽ കോവലിൻ്റെ ഇലയിടും. കോവലിൻ്റെ ഇലയും നല്ലതാണല്ലോ ഷുഗറിനൊക്കെ. ഇതും അങ്ങനെ തന്നെ, ബ്ലഡ് ശുദ്ധീകരിക്കാനും എല്ലാത്തിനും നല്ല ഇതാണ്, ഗുണമുള്ള സാധനമാണ്. ഇതെവിടെ കണ്ടാലും കളയരുത്. ഞാൻ കൂടുതലും പച്ചക്കറിയൊന്നും വാങ്ങിക്കൂല കേട്ടോ. ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെ എനിക്ക് വയ്ക്കാറുണ്ട്. ഇങ്ങോട്ട് കാട്, ഭയങ്കര കാട്. ഇവിടെ കൈ കൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ പിച്ചാലേ കാട് പോകും. ഉണക്കാകുമ്പോൾ അങ്ങ് പോകുമായിരിക്കും കാട്. ഇത്തിരി നേരം നിന്നാലേ നമുക്കൊരു തോരത്തിന് കിട്ടുള്ളൂ കേട്ടോ. പച്ചക്കറി വാങ്ങിക്കേണ്ട ആവശ്യമില്ല.
തേങ്ങയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മെഴുക്കുവരട്ടി വാരി കഴിക്കും. ശകലം സവാള ഇട്ട് വഴട്ടി മെഴുക്കുവരട്ടിയിട്ടും വാരി കഴിക്കാറുണ്ട്. ലിയോ ഉണ്ടാ? ലിയോ ഇടന്ന് മറിയാണ്. ഇതോ ഉണ്ടാ ലിയോ രാവിലെ അവളെ കാത്ത് മോളെ കാത്ത് വന്ന് കിടക്കണതാണ്. ഇനി വൈകിട്ട് ഓരോ ഇങ്ങനെ കിടക്കും. ഇവിടെയുണ്ട് തഴുതാമ, ഇവിടെയുണ്ട്. വേണ്ട അതിൻ്റെ നീല കുഞ്ഞു പൂവാണ്, ചെറിയ പൂവാണ്. പിന്നെ ഇനി നമുക്ക് വേണ്ട കോവൽ പടത്തി വിട്ടിട്ടുണ്ട് ഇവിടെ. കോവലിൻ്റെ ഇലയും കൂടെ പിച്ച. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കോവലിൻ്റെ ഇലയുണ്ടല്ലോ, കോവയ്ക്ക പറിച്ചിട്ട് ഈ ഇല ആരും പറിച്ച് എടുക്കാതിരിക്കരുത്. ഞാനിങ്ങനെ പടത്തി വിട്ടിട്ടുണ്ട്. കണ്ടോ ഇവിടെ കോവലിൻ്റെ ഇല. തഴുതാമയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ വലിയ ഇല. രണ്ടും കൂടെ ഇട്ടൊരു തോരൻ വയ്ക്കാം. ഇത്തിരി എരിക്ക് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് എൻ്റെ ടേസ്റ്റിന് വയ്ക്കുക. എൻ്റെ കോവലിൻ്റെ ഇലയിൽ ഇത് പിഞ്ച് പിടിക്കണം. കോവയ്ക്ക കുറച്ച് മതി. എൻ്റെ കുഞ്ഞു പൂവ്. ഇത് കോവയ്ക്ക് പൂക്കണണ്ട. വേണ്ട കാച്ചി കുഞ്ഞിക്ക കായ്ച്ച് വരണം. മുല്ലയിലാണ് പടർന്ന് കിടക്കണം. എന്താ മുല്ല പൂത്ത് വയ്ക്കണം. അപ്പോൾ അടുക്കുമുല്ലയാണ്. അച്ചടാ ഇവിടെ ഉണ്ട് തോനെ മുല്ല. എറുമ്പ് കൂട് വയ്ക്കണം. ഇതിങ്ങനെ തറയിൽ കിടന്നതിന് ഞാനാണിങ്ങനെ പടത്തി അങ്ങോട്ട് വിട്ടത്. ഇത് നമ്മളിവിടെ വാടകയ്ക്ക് വരുമ്പോഴേ ഉണ്ട് ഈ കോവൽ പള്ളി. ഒരു കോവയ്ക്ക് കിടക്കണുണ്ട്. അയ്യോ, അത് പറിക്കായല്ലേ, പിച്ചെടുക്കാം. തറയിൽ പോയി തരില്ല. അപ്പം ഇതെല്ലാം കൂടെ പിച്ചെടുത്ത് ഞാൻ മെഴുക്ക് വരട്ട്. നല്ല ടേസ്റ്റാണ്. ഒരു സവാള ഇട്ടങ്ങോട്ട് വഴട്ടി തോരൻ വെച്ചാൽ ഇത് മാത്രം മതിയല്ലോ ചോറ് കഴിക്കാൻ. ഇലക്കറികളൊക്കെ എനിക്ക് കഴിക്കണം, കാൽഷ്യത്തിൻ്റെ കുറവുണ്ട്. അപ്പം എല്ല് ഒടിയും പെട്ടെന്ന്. കൈ ഒടിഞ്ഞതാണ്, അപ്പോൾ എല്ല് പെട്ടെന്ന് ഒടിയും. അങ്ങനെ നമ്മൾ കോവലും ആയിട്ടുണ്ട്, തഴുതാമയും ആയിട്ടുണ്ട്. തഴുതാമയും കോവലിൻ്റെ ഇലയും പിച്ചി കൊണ്ടുവന്ന് പറിച്ചുകൊണ്ട് വന്ന് കഴുകി വാരി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. കണ്ടണ്ട തഴുതാമ. ഇത് കോവലിൻ്റെ ഇല. എന്താ രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് ഇനി വെള്ളം തോന്നിയതിന് ശേഷം അരിഞ്ഞെടുത്ത് തോരൻ വയ്ക്കാം. തഴുതാമ കഴുകി വാരി വെച്ച് വെള്ളം എല്ലാം തോന്നിയിട്ടുണ്ട്. കോവലിൻ്റെ ഇലയും തഴുതാമ. അപ്പോൾ ഇനി ഇത് തോരത്തിന് അരിഞ്ഞെടുക്കാം. വാരി പിടിച്ച് അരിയാം കേട്ടോ. ഇത് ചെറിയ ഇലകളല്ലേ. ഇതാ കണ്ട തഴുതാമ, ഇത് കോവലിൻ്റെ ഇല. അപ്പം ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വാരി പിടിച്ച് അരിയാം. മൊത്തം ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ലെനോ രാവിലെ പോയി വന്ന് ഫുഡും കഴിച്ചിട്ട് പോയി. ലിയോയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് കൂട്ടിനകത്ത് കിടക്കണം. മോള് രാവിലെ കോളേജിൽ പോയി. കോളേജിൽ ഇലക്ഷൻ കണ്ട നടക്കുന്നുണ്ട്. ഇലക്ഷൻ ആവാറായി, 17-ാം തീയതി അങ്ങനെ കണ്ട്. അപ്പം അതിൻ്റെ ഒരു പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ രാവിലെ പോയി.
അപ്പം ഇതെല്ലാം അരിഞ്ഞെടുക്കാം. വേണമെങ്കിൽ ഒരരിയൊക്കെ കൂടെ അരിയാം. ഒരു പ്രാവശ്യം കൂടെ അരിഞ്ഞിടുന്നതിന് ഒരു പ്രാവശ്യം കൂടെ ചിലതൊക്കെ ചിലത് ചെറുതായിട്ട് തന്നെ വീഴുന്നു. പിച്ചാത്തി മുറിയുന്നുണ്ട്. ഇത് ചെറിയ വാർത്തള പിച്ചാത്തി വാങ്ങിക്കുമ്പോൾ വാർത്തളേ ഇതിൻ്റെ ഇവിടെ കനം കൂടിയ പിച്ചാത്തി വാങ്ങിച്ചാൽ മുറിയൂല. കനം കുറഞ്ഞ പിച്ചാത്തി നോക്കി വാങ്ങിക്കണം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി തോരൻ വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അത് ഒരു ചെറിയ സവാള കേട്ടോ, ചെറിയൊരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചത് അതിട്ടൊന്ന് ശകല എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം. ചട്ടി അനന്നിട്ടുണ്ട്. അതിലേക്ക് ശകല എണ്ണ ഒഴിക്കാം. ഈ എണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടണം. ഒരു കയ്യിൽ ക്യാമറ എടുത്തിരിക്കുന്നു. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. കൊടുത്തിട്ട് വഴറ്റാം. സവാള ഒത്തിരി ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം ചീര. അപ്പോൾ ഈ സവാള വഴണ്ട് വരാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. സവാള വഴണ്ട് വരാനായിട്ട് പൊടി ഉപ്പ് ശകലം ഇട്ട് കൊടുക്കാം. അപ്പം ചീര അടുപ്പിൽ വെക്കുമ്പോഴേ അതനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പുണ്ടാകും നോക്കിയിട്ട് ഇത് പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ. ഇത് ഇളക്കി കൊടുക്കാം. ഈ സവാള ഏകദേശം വഴണ്ട് സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തഴുതാമ എൻ്റെ എണ്ണയുടെ സ്മെല്ല് കടു വറുക്കണേൻ്റെ തഴുതാമ ഇടാം. തഴുതാമ ഇട്ടതിന് ശേഷം ഇളക്കാം. ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. തീ ഉറച്ച് വയ്ക്കുക. വേണ്ട സവാള എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് തേങ്ങ, ഞാൻ 2 പച്ചമുളക്, ഇത്തിരി രണ്ട് വലിയ പച്ചമുളകാണ്, ഒത്തിരി മിക്സ് ചെയ്ത് നോക്കി. 2 വലിയ പച്ചമുളക്, 1 കഷ്ണം വെളുത്തുള്ളി ഇത്തിരി വലുത്, പിന്നെ ജീരകം,
മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ആണ് അരച്ചെടുത്തിരിക്കുന്നത്. ചതച്ചെടുത്ത് മിക്സിയിൽ വെച്ചിട്ട് ഇത് അടച്ചിടരുത്, പ്രധാനമായിട്ട് അടച്ചിടേ ചെയ്യരുത്. ഇത് അടച്ചിട്ട് വേവിക്കരുത്. വേണ്ട, ഞാൻ അടപ്പ് ഇളക്കിയാനിട്ട ആ സവാള ഇട്ട് വഴട്ടിയലോട്ട് ഇട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ അത് നമുക്ക് വേവിച്ച് എടുത്തതിന് ശേഷം കാണാം. തഴുതാമ തോരൻ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ, വെള്ളം വീത്തൂല, അടച്ചിടയില്ല. എന്നാലും ചട്ടി ഒന്ന് കണ്ട കരിഞ്ഞ് പിടിക്കത്തക്ക രീതിക്ക് തോത്തിയെടുക്കും. നല്ലോണം ഇളക്കി തോത്തി നല്ല ഇതായി പാകത്തിനായിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എവിടെ നിന്ന് ഇതിൻ്റെ കമ്പ് കിട്ടിയാലും ശിഖരം കിട്ടിയാലും കൊണ്ടുവന്ന് നടണം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഇച്ചിരി വെക്കുമ്പോൾ തന്നെ, ഇത്തിരി നടുമ്പോൾ തന്നെ അങ്ങ് ഒരുപാട് പടർന്ന് പിടിക്കും കേട്ടോ. മുറ്റത്ത് കൊണ്ടുവന്ന് ഒരു ഭാഗത്തോട്ട് നട്ടിട്ട് അതിനെ ഇറുത്ത് നമുക്ക് തോരൻ വെച്ച് കൊടുക്കാം. ഇത് ഷുഗറിന് നല്ലതാണ്, കൊളസ്ട്രോളിന് ബെസ്റ്റ് സാധനമാണ്. അതുപോലെ രക്തശുദ്ധിയാവാനും എല്ലാ അസുഖത്തിനും നല്ലതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ചെടി കൊണ്ടുവന്ന് എല്ലാവരും നടണം. ഞാൻ ഇത്തിരി തഴുതാമ എടുത്ത് കഴിച്ച് നോക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഉപ്പ് എല്ലാം പാകത്തിനുണ്ട്, എരിയുണ്ട്, എല്ലാം ഉണ്ട്. ശകലം കഴിച്ച് നോക്കാം. ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ, അടിപൊളി. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.